എന്താണ് മൂട്ട് നിന്റെ തലയില്? നീ ഫുട്ബോൾ കാലോണ്ടല്ലേ കളിക്കുന്നേ? അല്ലാണ്ട് തലയോണ്ടൊന്നല്ലല്ലോ. തല നിറച്ച് മണ്ണ. അതാ ഗ്രൗണ്ടിലെ പൊടിയാണ് അമ്മേ. അവന്റെ ഒരു ഗ്രൗണ്ടിലെ പൊടി. മുടിയൊക്കെ കൊഴിഞ്ഞോ കേട്ടോ അങ്ങനെയാണെങ്കിൽ? അത് അങ്ങനെയൊന്നും കൊഴിയില്ല, സ്ട്രോങ് ആണ്. ഹായ് ഗായ്സ്. വന്നോ? ഇത് എന്ത് പറ്റിന്ന് നേരത്തെ വരാൻ? ഇന്ന് ചിന്നുന് എവിടെ പോവാണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ അങ്ങ് പോന്നു. അല്ല, ഇത് ചിന്നു ചേച്ചിന്റെ അല്ലേ? യെസ് ഓഫ് കോഴ്സ്. നിനക്ക് ഡ്രസ് ഇല്ലാഞ്ഞിട്ടാണോ മീര നീ ചിന്നുവിന്റെ അടുത്തിടാൻ നിൽക്കുന്നേ? ഇതൊക്കെ ഒരു രസല്ലേ? എന്ത് രസം? ഞങ്ങൾ തമ്മിൽ നിന്റെ എന്റെ ഒന്നും ഇല്ല അമ്മേ. വല്ലാത്തൊരു ഫ്രണ്ട്ഷിപ്പ് തന്നെ. അല്ലമ്മ, അർജുനേട്ടനും അനുചേച്ചിയൊക്കെ എപ്പോഴാ വരാ? അവരേതോ റിലേറ്റീവിന്റെ വീട്ടിൽ പോയതല്ലേ, വരുമായിരിക്കും. ആരിത്? ഞങ്ങൾ ഇപ്പൊ ചേട്ടനെ പറ്റി പറഞ്ഞിട്ടേ ഉള്ളൂ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, കണ്ടില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ. അല്ലടാ അർജുനെ, നീ എന്താ നേരത്തെ പോന്നേ? ഞാൻ അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ആന്റി. പിന്നെ അമ്മ അനുവൊക്കെ ഉണ്ടല്ലോ. പിന്നെ എനിക്ക് കുറച്ച് വർക്ക് തീർത്തു കൊടുക്കാനുണ്ട്. അപ്പം ഞാനിങ്ങോട്ട് പോരാ വിചാരിച്ചു. അവിടെ അങ്ങനെ നിൽക്കാനും പറ്റൂല അധികം. അതെന്തേ? കുറെ ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി കൊടുക്കേണ്ടി വരും. പിന്നെ എനിക്കറിയാത്ത ആരൊക്കെയോ എന്നോട് വന്നിട്ട് അറിയോ എന്ന് ചോദിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് പിന്നെ എല്ലാരും പ്രശ്നമാണല്ലേ ഇതൊക്കെ? ആണ്. അല്ലടാ അങ്ങോട്ട് ഇന്ന് മാച്ച് ഉണ്ടോ? ഓ ഉണ്ടല്ലോ ചേട്ടാ. ചേട്ടൻ വരുമോ? നോക്കട്ടെ. ഞാൻ പോകാൻ നേരത്ത് വിളിക്കാം. ഓക്കെ. ഞാൻ റൂമിൽ പോട്ടെ ആന്റി, കുറച്ച് വർക്ക് ഉണ്ട് അതാ. എന്തേ നോക്കിയൊക്കെ നടന്നൂടെ? സൗകര്യമില്ല നോക്കിയടക്കെ. എന്തേ അർജുനെ, നീ വെറുതെ തുടങ്ങല്ലേ. ഞാനൊന്നും തുടങ്ങാനും നിൽക്കുന്നില്ല, തീർക്കാനും നിൽക്കുന്നില്ല. നീ ഒന്ന് മാറിക്കോ. ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട് വരെ. എന്തു പറ്റി ചേട്ടാ? ഒരു ഗൗരവം? ഒന്നുമില്ല, ഞാൻ പോവാ. പ്രശ്നമുള്ള പോലെ ഫീൽ ചെയ്യണ്ടല്ലോ. എനിക്കും തോന്നി. എന്ത് പ്രശ്നം? നീ നിങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാണ്ടിരുന്നാ മതി. ഞങ്ങള് പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. മനുഷ്യൻ ഈ ബിസ്ക്കറ്റ് മാത്രം തിന്നിട്ട് തൊണ്ടേ കൊടുക്കുന്നു. കുറച്ച് ചായയും കൂടെ കിട്ടുന്നെങ്കിൽ അടിപൊളിയായനെ. ഞാൻ എന്തിനെ സങ്കടപ്പെടുന്നേ? വഴിയുണ്ടല്ലോ. ചിന്നോ തുടങ്ങി അവൻ മന്ത്രം ചൊല്ലാൻ. എന്റെ അമ്മോ, ഞാൻ കറക്റ്റ് സ്റ്റെപ്പ് കയറി മേലെ എത്തിയതിനു ശേഷം എങ്ങനെയാണാവോ ഇവൻ വിളിക്കുന്നത്? ഇനി ഞാൻ വീണ്ടും ഇറങ്ങി പോണ്ടേ? സമാധാനത്തോടെ ചായ കുടിക്കാൻ സമ്മതിക്കൂല. ചിന്നോ വരുന്നു വിളിച്ച് കൂവണ്ട. അയ്യോ, ഇരിക്കണത് കണ്ടില്ലേ? ഫോണിലും കളിച്ച് ബിസ്ക്കറ്റും തിന്ന് ലൈഫ് തന്നെ. എന്താ ചേട്ടാ വിളിച്ചേ? വന്നോ? എന്താ? വന്നല്ലോ. സുന്ദരിയുണ്ടല്ലോ. നല്ല ഭംഗിയുണ്ടെന്ന് കാണാൻ. ചേട്ടാ എന്തേ? അല്ല, ആക്സിഡന്റ് പറ്റിയപ്പം തല ഇടിക്കൊന്നും ചെയ്തില്ലല്ലോ. അല്ല, പിച്ചുമയൊക്കെ വിളിച്ച് പറയുന്നേ, പൊതുവെ ഇതൊന്നും പറയലില്ല. ശരി, ഞാൻ സത്യം പറഞ്ഞതാ. അല്ല, എന്റെ കിഡ്നി വല്ലതും വേണോ? നിന്റെ കിഡ്നി ഒന്നും വേണ്ട. അല്ല, നിന്റെ കയ്യിലുള്ളത് എന്താ? ഇത് കോഫി. അതും കൊടുത്താ? ഇതെന്തിനാ നിനക്ക്? കൈ കഴുകാൻ. പിന്നെ അല്ലാണ്ട് കോഫി കുടിക്കാനല്ലാതെ. അല്ല, ഇത് എന്റേതല്ലേ? നമ്മള് തമ്മിൽ നിന്റെ എന്റെ എന്നൊക്കെ ഉണ്ടോ? ഉണ്ട്. അയ്യടാ മോനെ. എടി എന്തടിത്താ? ഇല്ല, തരൂല. ഇത് ഞാൻ എനിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയതാ. എന്താടി ചിന്നോ, ഞാൻ നിന്റെ ചേട്ടനല്ലേ? നിന്റെ ചോപ്പടില് കേട്ടപ്പോഴേ തോന്നി. തരില്ല. ചിന്നോ, വെറുതെ എന്റെ തനി സ്വരൂപം പുറത്തെടുക്കരുത് കേട്ടോ. എടി ഒരു ചായ അല്ലേ, ഒന്ന് താ. തരൂല. എന്തൊരു കഷ്ടാണ്. മര്യാദക്ക് തന്നോ കേട്ടല്ലോ. തരൂല. നീ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല ഗിച്ചോ. എന്താ ഇവിടെ രണ്ടും കൂടി? ഒരു സ്വൈരം തരൂല മനുഷ്യന്. എന്താ ഗിച്ചോ, എന്താ പ്രശ്നം? നോക്കമ്മേ, എന്തൊരു കഷ്ടാന്നറിയോ. ഈ പാവം കാലും കയ്യും ഒടിഞ്ഞ എനിക്ക് അവക്കൊരു ചായ പോലും തരാൻ പറ്റൂലെന്ന്. ഒന്നില്ലെങ്കിലും ഞാൻ അവളെ ചേട്ടനല്ലേ. ഓസ്കാർ അഭിനയം. ഇവനെ വല്ല സിനിമയിൽ അഭിനയിക്കാൻ വിടാ. എന്താ ചിന്ന, ഒരു ചായ അല്ലേ നിനക്ക് എടുത്തു കൊടുത്തൂടാവനെ? അമ്മ, ഞാൻ എടുത്തു കൊടുക്കേണ്ടല്ല. ചേട്ടന് ഈ കോഫി തന്നെ വേണമെന്ന് പറഞ്ഞിട്ടാ. നോക്കമ്മ, എനിക്ക് കുടിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടായിട്ട് ചോദിച്ചതാ ഞാൻ അവളോട്. അപ്പൊ അവക്കത് തരാൻ വയ്യാന്ന്. എനിക്ക് വേണ്ട, കുഴപ്പമൊന്നുമില്ല. എനിക്ക് വയ്യാതായതുകൊണ്ടല്ലേ, ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിയേനെ. ചിന്ന, നീ ഒരു കാര്യം ചെയ്യ്. നിന്റെ കയ്യിലുള്ളത് അവന് കൊടുത്തിട്ട് നീ വേറെ ഒന്നും ഉണ്ടാക്കിക്കോ. ഇതെന്തൊരു കഷ്ടാ. എപ്പോഴും ഞാൻ തന്നെ തോറ്റു കൊടുക്കണോ? കണ്ടോ അമ്മേ, നോക്ക്. എടോ, നിന്റെ കയ്യും കാലും ഒന്ന് റെഡി ആവട്ടെ, ബാക്കി ഞാൻ അപ്പൊ തരാം കേട്ടല്ലോ. എന്നാ കുടിക്ക് നിന്റെ കോഫി.
ഓ ഇത് പോയില്ലേ? ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? ഒന്നും അറിയാത്ത പോലെ മാങ്ങ തലയൻ. എന്താ എന്താ? ഇതിപ്പോ ഞാൻ അങ്ങോട്ട് ചോദിച്ചതല്ലേ എന്ന് വെച്ചോണ്ട് എനിക്ക് തിരിച്ച് ചോദിക്കരുതെന്നെങ്ങാനുണ്ടോ? നീ എന്തേം ചെയ്. ഇവൻ ആര് ഇത്ര ഷോ ഓഫ് ഇടാൻ? നീ എന്തിനാടാ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ? അതോ നിന്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചതാ? അർജുനെ നീ വീണ്ടും വെറുതെ തുടങ്ങാൻ വരരുതേ. ഓ ഞാനാണല്ലോ തുടങ്ങുന്നത്. എന്താടാ നിന്റെ പ്രശ്നം? കുറെ നേരമല്ലേ നീ തുടങ്ങിയിട്ട്? പ്രശ്നം എന്താന്ന് നിനക്ക് അറിയായൊന്നുമില്ലല്ലോ. വെറുതെ ചെറിയൊരു കേസിന് വലിയ തല്ലുണ്ടാക്കാൻ നിക്കണ്ട. നിക്കും. നീ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യുന്നു കാണിച്ചട്ടെ? അങ്ങനെയാണെ നീ ഒന്ന് കാണിക്കടാ. ഞാൻ കാണാൻ റെഡിയാ. എടാ 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 എന്താത് ആട്ടിയോ രണ്ടും കൂടി? എന്ത് പറ്റി? ഈച്ചയ്ക്ക് ചക്കരേനെ മതിയായോ? അല്ലേലും പുതിയ ആൾക്കാരെ കിട്ടുമ്പോ പഴയതിനൊക്കെ മറക്കും അമ്മേ. എടാ അർജുന നിന്റെ പ്രശ്നം എന്താ? നീ നിർത്തിക്കോട്ടോ. നിർത്തിയില്ലെങ്കി നീ ഓർ സംസാരിക്കാൻ വരില്ലേ? എന്റെ ഭഗവാനേ. എടാ എടാ നിർത്തിയേ. അർജുനെ നീ റൂമിലെ പോന്നത്? ഇപ്പോഴത്തേക്ക് ഞാൻ വിട്ട്. നിന്നെ എന്റെ കൈ കിട്ടോടാ. ആ ഞാനും കാത്തിരിക്കുക കൈ കിട്ടാൻ വേണ്ടി. ഞാനിപ്പോ എത്തിയിട്ടുള്ളൂ. അതല്ല ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? എന്തേ? ഞാൻ വരുമ്പോ അർജുനും സജിനും കൂടി ഭയങ്കര അടി. അടിയോ? ആ അവര് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറഞ്ഞോണ്ട് നിൽക്കായിരുന്നു. ആ നേരത്തെ എന്തൊക്കെയോ പ്രശ്നം പോലെ എനിക്കും തോന്നി. പക്ഷെ ഞാൻ പിന്നെ കാര്യാക്കാൻ നിന്നില്ല. അപ്പെന്താ സീരിയസ് മാറ്റർ തന്നെയല്ലേ? ആണെന്നാ തോന്നുന്നേ. അല്ല അനു മോളെന്താ വരാഞ്ഞേ? ആ അവളെ അവിടെ വെച്ച് അവളെ ഫ്രണ്ടിനെ കണ്ട്. അപ്പൊ കുറച്ചേരം സംസാരിച്ച് നിക്കാ. ഇപ്പൊ വരികയായിരിക്കും. ഓ ആണോ? ഏയ് ഇല്ലടാ എനിക്കെന്ത് തിരക്ക്? നീ പറഞ്ഞോ. ഓ എന്നിട്ട് ഇവൻ ആരെയാ വിളിക്കുന്നേ? അതിനെന്താടാ ഞാൻ വരാം. ഇതൊക്കെ ഒരു ഫണ്ണല്ലേ? അവനോട് പോവാൻ പറ. അവനൊക്കെ എന്ത് ചെയ്യാനാ? കൊറേ കാലായി ആരെങ്കിലൊക്കെ ഒന്ന് ഇടിച്ചിട്ടുന്നേ. ഞാൻ വരാം. ഇടിക്കാനോ? ആരെ? ഇവൻ അവരെ കൂടെ കൂടിയാ ചീത്തയായി പോവും. ഡാ സജിനെ. എടാ എന്നാ ഞാൻ വിളിക്കേ. ഒരു 5 മിനിറ്റ്. ആടാ ഓക്കെ ഓക്കെ. ഓ എന്തായാലും വിളിക്കാം. ഓ എന്തായാലും വിളിക്കാം. ദേഷ്യം വരുന്നുണ്ട്. അർജുനെ കൺട്രോൾ. എന്തേ? അതന്നെ എനിക്കും ചോദിക്കാനുള്ളേ. എന്തേ? നിന്റെ പ്രശ്നം എന്താ അർജുനെ? നീ രാവിലെ തുടങ്ങിയതാണല്ലോ. ഞാനാണല്ലോ തുടങ്ങുന്നതല്ലോ. നീ ആരെയപ്പോ വിളിച്ചേ? ഞാൻ എന്റെ ഫ്രണ്ട്സിനെ. ഫ്രണ്ട്സ്? ആ ഫ്രണ്ട്സ്. അതിനിപ്പോ എന്താ? അതിനൊന്നുമില്ല. നീ ആരെ ഇടിക്കാനൊക്കെ പോണേ? ഓ അതോ. ഞാൻ എവിടെങ്കിലും ഒരു അടിക്കേസ് കിട്ടുമോ നോക്കി നടക്കുകയായിരുന്നു. എന്തേ? ആരടിക്കാൻ? ദേ സജിനെ വേണ്ടാത്തോരോ പരിപാടിക്ക് പോയിട്ട്. ഞാൻ എന്തേലും പരിപാടിക്ക് പോയിക്കോട്ടെ, നിനക്കെന്താ? സജിനെ നിന്റെ പോക്ക് ശരിയില്ല കേട്ടോ. അത് നീ തീരുമാനിക്കണ്ട കേട്ടല്ലോ. നീ എന്തിനാ അർജുന എന്നെ പഠിപ്പിക്കാൻ വരുന്നത്? നിനക്ക് നിന്റെ കാര്യം നോക്കി നടന്നാ പോരെ? എടാ നീ അടങ്ങിക്കോ കേട്ടല്ലോ. അടങ്ങിയില്ലെങ്കി നീ എന്താ ചെയ്യുന്നതെന്ന് എനിക്കൊന്ന് കാണണല്ലോ. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് നിനക്ക് കാണണം അല്ലേ? ആ കാണണം. അർജുനെ വിടടാ. നിനക്കല്ലേ ഞാൻ എന്താ ചെയ്യുന്നത് കാണേണ്ടത്. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി നിന്നോ കേട്ടല്ലോ. അർജുന നീ എന്തീ കാണിക്കുന്നേ? ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? അനു നീ വിട്ടേ. വിടൂല. മര്യാദയ്ക്ക് വന്നേ അകത്തേക്ക്. ഇപ്പോഴത്തേക്ക് നീ രക്ഷപ്പെട്ടു. നീ വേണ്ടാത്തവരെ കളി കളിക്കാൻ നിന്നാണ്ടല്ലോ. ബാക്കി അപ്പ അറിയും. എന്താണ് മോനെ ഭയങ്കര ഹാപ്പിനെസ്? ഇന്നെന്റെ കയ്യിലൊരു പ്ലാനൊക്കെ ഉണ്ട്. ഓ അതാണ് മുഖത്ത് ഇങ്ങനെ ബൾബ് കത്തിച്ചു വെച്ച മതിയില്ലേ? ആ അങ്ങനെയും പറയാ. പക്ഷെ എവിടെ പോയി? അല്ലടാ അതാരാ? ആർക്കറിയാം. ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ ഇവനെ. ഞാനും ആദ്യമായിട്ടാ കാണുന്നേ. അവനാരെങ്കിലും ആവട്ടെ. നമ്മളെ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. വന്നല്ലോ നമ്മളെ കഥാനായിക. ഇന്ന് ഭയങ്കര മോഡേൺ ആണല്ലോ. വന്ന് വെയിറ്റിംഗിലാണല്ലോ നിന്റെ കാമുകൻ. നീ ഒന്ന് മിണ്ടാതിരുന്ന താരേ. വല്ലാത്ത വെറുപ്പിക്കലാണല്ലോ ഇവനെ കൊണ്ട്. പാവണ്ടടേ. എന്നും നിന്നെ കാണാൻ വേണ്ടില്ലേ വരുന്നേ? പിന്നെ അത്രയ്ക്ക് പാവം തോന്നുന്നുണ്ടെങ്കിൽ നീ അങ്ങ് കെട്ട്. ഞാനേ എന്നും എന്റെ ചെക്കനെ കൂടെ നിൽക്കുള്ളൂ. അല്ലാതെ കണ്ട കോഴികളെയൊന്നും വായെന്നൊക്കെ എന്നെ കിട്ടൂല. നീ വിഷ്ണുവിന്റെ അടുത്തേ പോകുന്നില്ലേ? വാ നമുക്ക് അങ്ങോട്ട് പോ. വാ നടക്ക്. ഹലോ. ആരിത്? കൊറേ നേരമായി വന്നിട്ട്? ഇല്ലടാ ഒരു 5 മിനിറ്റ്. ഓ ഹായ് താര. ഓ ഹായ് ചേട്ടാ. എങ്ങനെയുണ്ട് പഠിത്തമൊക്കെ? അടിപൊളിയായിട്ട് പോന്നു.
അല്ല സാറേ പോകുന്നു വേണ്ടേ? ആ പോവാം. എടാ, എന്തേ? ഞാനൊരു ഡൗട്ട് പറഞ്ഞാ നീ സങ്കടപ്പെടരുത്. എന്ത് ഡൗട്ട്? എൻ്റെ ഒരു ഇതില്ലേ, അതവളെ ബോയ് ഫ്രണ്ട് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഏ ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നീ എന്തൊക്കെയാ പറയുന്നേ? അതവളെ ഫ്രണ്ടോ പിന്നെ ക്ലാസ് പഠിക്കുന്നത് എങ്ങനെയായിരിക്കും? ക്ലാസ് പഠിക്കുന്നത് അല്ലേ? ഒന്ന് പോയടാ. അവനെ കണ്ടാ തന്നെ അറിയാം അവളേക്കാൾ നല്ല പ്രായമുണ്ട്. എന്ന് വെച്ച് നീ എന്തീ പറഞ്ഞു വരുന്നേ? ഇതത് തന്നെ. ഇതൊന്നും അല്ല. എന്നാ നീ അവളെ വായെന്ന് കേട്ടിട്ട് തന്നെ വിശ്വസിച്ചോ. എന്തെങ്കിലും നോക്കുന്നേ? ഒന്നുമില്ല എന്റെ സുന്ദരാ, വാ പോവാ. സുന്ദരനോ? ഏതീ മാങ്ങാത്തലനോ? കണ്ടച്ചാൽ മതി. അല്ലടാ, നീ പറഞ്ഞ ആളെവിടെ? ഓ അവനോ, അതാ ആ നിക്കുന്നതാ. ഓ ഇവനായിരുന്നോ? എന്നാ ഞാൻ പോയി ചോദിക്കട്ടെ. ഏ വിഷ്ണുട്ടാ വേണ്ട, അത് ഞാൻ പോയി പറയാം. അതെന്തിനാ? ഞാൻ പോയി പറയാ. വേണ്ട, ഞാൻ പോയി സംസാരിക്കാം. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് ചേട്ടൻ വന്നാ മതി. ഉറപ്പല്ലേ? ആ എന്നാ നീ പോയി സംസാരിക്കിച്ചല്ലേ. ഓക്കെ. എടാ, അവൾ ഇങ്ങോട്ടാണല്ലോ വരുന്നേ. ആ അതെ. അയ്യോ, പ്രപ്പോസ് ചെയ്യാൻ എങ്ങനെ വരികയാണോ നീ? ആ ബെസ്റ്റ്. ഹായ് ചേട്ടാ. ഹായ്. എന്തു പറ്റി? ഏ ഒന്നുമില്ല. ചേട്ടൻ എന്താ ഇവിടെ? ഞാൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വെയിറ്റ് ചെയ്യാ. ഓ ഫ്രണ്ടിനെയോ? ഓ ഗേൾ ഫ്രണ്ടിനെ ആയിരിക്കും അല്ലേ? അത് അതെ അതെ, ഗേൾ ഫ്രണ്ടിനെ. ആ എനിക്ക് തോന്നി. അങ്ങനെയൊന്നും. അല്ല, അതാരാ ഏത്? ആ ബൈക്കില് നിന്നെ ഇപ്പൊ വെയിറ്റ് ചെയ്തോണ്ടിരുന്നേ? ഓ അത് ഞാൻ കല്യാണം കഴിക്കാൻ പോണ ചേട്ടനാ. ഓ, കല്യാണം കഴിക്കാൻ പോണ ചേട്ടനാണല്ലേ? അതെ, മീറ്റ് ചെയ്യണോ? കുഴപ്പമില്ല. എന്നാ ഓക്കെ, ഞാൻ വെറുതെ കണ്ടപ്പോ സംസാരിച്ചേ ഉള്ളൂ. ഓക്കെ. എന്നാ പോട്ടെ ഇതിനേട്ടാ. ആ ഓക്കെ. എന്ത് പറ്റി? അവനൊന്നുമില്ല, നീ പോയിക്കോ. നോക്കിന്നാ. പറഞ്ഞോ? പറഞ്ഞു. എന്നാ പോവാം. വാ കേറ്. എന്നാ പോട്ടെ, ഞാൻ വീട്ടിലെത്തിരി വിളിക്കാം. ഓ ആയിക്കോട്ടെ. എടാ, എന്നാ പോയാലോ? എടാ ഒരു മിനിറ്റ്. എന്തേ? ഒരു മിനിറ്റ്, ഒരു സാധനം കൊടുക്കാണ്ട്. താരാ. ഹായ്. ഹായ് ചേട്ടാ. എന്നെ അറിയോ? ആ കണ്ടിട്ടുണ്ട്, അല്ലാതെ പേരൊന്നും അങ്ങനെ അറിയില്ല. ആ ഞാൻ മിഥുൻ. ഞാൻ സെക്കൻഡ് ഇയർ ആണ്. ഓ സെക്കൻഡ് ഇയർ അല്ലേ? ആ നമ്മള് സെയിം കോളേജിലാ. ഓ ആണോ? ഞാനിപ്പോഴാട്ടോ ശ്രദ്ധിക്കുന്നേ. ഇറ്റ്സ് ഓക്കെ. അല്ല എന്തു പറ്റി? അത് നീ വൈഷ്ണവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? ആ ബെസ്റ്റ് ഫ്രണ്ട് ആണ്. എന്തേ? എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? ഓ അതിനെന്താ, എന്ത് ഹെൽപ്പാ വേണ്ടേ? അത് ഇവൻ ഇനി എന്തിനുള്ള പുറപ്പാടാണാവോ? അങ്ങോട്ട് പോണോ? പാവണ്ട്, ഒരുപാട് സ്നേഹിച്ചിരുന്ന ആളെ. എന്തു പറയാനാ, അവക്ക് ഭാഗ്യമില്ല. എന്താ എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. എന്റെ അറിവ് പ്രശ്നമൊന്നുമില്ല. അത് ഞാൻ കണ്ട്, ഒരു പ്രശ്നമില്ലാത്തത്. ഇപ്പൊ നിന്റെ പ്രശ്നം എന്താ? നിങ്ങൾ എന്തിനാ താഴെ നടി ഉണ്ടാക്കിയേ? ആര്? നീയും സജിനേട്ടനും. ഒരു കാരണമില്ലാതെ കോളറിന് കയറി പിടിക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് അവന് കിട്ടേണ്ടതാ. അവൻ ചോദിച്ചു, ഞാൻ കൊടുത്ത്, അത്രേ ഉള്ളൂ. നീ എന്താ സംഭവം എന്നൊന്ന് പറയുന്നുണ്ടോ? ഒരു സംഭവം ഇല്ല. അർജുനെ, നീ ഒന്ന് നേരെ ഇരുന്നേ. പറ, എന്താ പ്രശ്നം? അങ്ങനെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. അത് നിന്നെ മോങ്ങണ്ട, മനസ്സിലാവും. ഒന്ന് പറ. എനിക്കറിയില്ല എന്താ പ്രശ്നമെന്ന്. സജിന് ഇപ്പൊ തീരെ മൈൻഡില്ല. ആരെ മൈൻഡില്ലാന്ന്? എന്നെ തന്നെ, വേറെ ആരെ? അവനിപ്പോ പുതിയ ഫ്രണ്ട്സിനൊക്കെ കിട്ടി, ഫുൾ ഹാപ്പിയാ. അശ്യോ, പൊസസീവ്നെസ്സാ? പോസസീവ്നെസ് ഒന്നല്ല, എന്തോ ഒരു അവനിങ്ങനെ അവോയ്ഡ് ചെയ്യുമ്പോ ഒരു സങ്കടം. അതിന് സജിനേട്ടൻ എപ്പോഴാ നിന്നെ അവോയ്ഡ് ചെയ്തേ? ഇന്നലെ ഞങ്ങൾ ഹോട്ടലിൽ പോയില്ലേ? ആ അപ്പൊ അവൻ ഫുൾ ടൈം ഫോണിലായിരുന്നു. അവന്റെ പുതിയ ഫ്രണ്ട്സിനോട് സംസാരിക്കുകയും ചിരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. എന്നെ ഒന്ന് മൈൻഡ് പോലും ചെയ്തില്ല, അറിയോ? എന്റെ പൊന്നോ. പോട്ടെ, സാരില്ല. മിഥുനെ, എന്താടാ? നീ ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. നീ എന്തിനാ ചെയിൻ അവക്ക് കൊടുത്തേ? അതിന് എന്റെ അടുത്ത് നിന്നാ ശരിയാവൂല, അതുകൊണ്ട് അവക്ക് കൊടുത്ത്. നിനക്ക് നല്ല സങ്കടം ഉണ്ടല്ലേ? സങ്കടമൊന്നുമില്ല. സാരില്ലടാ, പോട്ടെ. നീ അറിഞ്ഞോണ്ടൊന്നല്ലല്ലോ. സാരില്ല, പോട്ടെ.
എന്നാലും എന്താണാവോ ഇവര് തമ്മിലുള്ള പ്രശ്നം? ആ സത്യം, പൊതുവെ ഇങ്ങനൊന്നും അടി ഉണ്ടാക്കില്ലല്ലോ. എന്തായാലും എന്തോ കാര്യമായിട്ടുള്ള പ്രശ്നമുണ്ട്. കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നും അല്ലാന്നേ, അത് ചെറിയൊരടി അത്രേ ഉള്ളൂ. അപ്പൊ നിനക്കറിയാം എന്താ കാരണം? ആ അവിടെ ഇവിടെയൊക്കെ എന്താ പറ കേക്കട്ടെ. അത് ആ എല്ലാരും ഉണ്ടല്ലോ. ഇതെന്താണ് കേക്കൊക്കെ? ആ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ്. എന്ത് സ്പെഷ്യൽ ഡേ ചേട്ടാ? ഇന്നത്തേക്ക് 20 വർഷമായി. 20 വർഷോ? എന്തിന്? ആ അതൊക്കെ ഉണ്ട്. അർജുൻ എവിടെ? ആർക്കറിയാ? എവിടെ മോളെ? അറിയൂലമ്മേ, മേലുണ്ട് തോന്നുന്നു. ആ എന്നാ ഞാൻ പോയി നോക്കട്ടെ. ഞങ്ങൾ വരട്ടെ? ആ എല്ലാരും വാ. അർജുനോ? സജിനല്ലേ ഇപ്പൊ വിളിച്ച്? ഇതെനിക്ക് തോന്നുന്നതാണോ അതോ തോന്നിയതായിരിക്കും. ആ എന്താണ് അർജുനെ, നിനക്കൊന്ന് വിളിച്ചാ വിളി കിട്ടൂടെ? ഞാനെന്തിനാ നീ വിളിക്കുമ്പോ വിളി കേൾക്കുന്നേ? ഓ പിണക്കം ഇതുവരെ മാറിയില്ലേ? എനിക്ക് ആരോടും ഒരു പിണക്കവും ഇല്ല. ചിലവർക്കാണല്ലോ ഇവിടെ പുതിയ ആൾക്കാരൊക്കെ കിട്ടിയത്. എന്താണ് അർജുൻ ബ്രോ, ഇങ്ങനെയൊക്കെ സങ്കടപ്പെടാമോ? സജിനെ നീ പോവാൻ നോക്ക്. ഞാൻ ഒന്നാമതേ ഇവിടെ പ്രാന്ത് പിടിച്ച് നിൽക്കുക. ഓ പ്രാന്തിലാണല്ലേ? ഈ പ്രാന്ത് ഒരു കേക്ക് കഴിച്ചാ മാറോ? എനിക്കൊന്നും വേണ്ട നിന്റെ കേക്ക്, എടുത്തോണ്ട് പോ. അങ്ങനെ പറയല്ലേ. ഞാനേ ഇപ്പൊ വരെ. ഒന്നിങ്ങോട്ട് നോക്കടോ. ദേ അർജുനെ മര്യാദക്ക് നോക്കിക്കേ. ശിവനെ കൊണ്ട് എന്താ നിനക്ക്? ഇതെന്താ സർപ്രൈസ് ആയോ? ഇതെന്ത് സംഭവം? എന്തായിരിക്കും? 20 years ഓഫ് ഫ്രണ്ട്ഷിപ്പോ? അതെ അതെ, നമ്മളെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട് ഇന്നേക്ക് 20 വർഷമായി. എന്തെങ്കിലും ഐഡിയ ഉണ്ടായിരുന്നോ താങ്കൾക്ക്? എനിക്കിതൊന്നും ഓർമ്മയില്ല. അതായത് നമ്മളെ സ്കൂളിലെ അതന്നെ, അത് സംഭവിച്ചിട്ട് ഇന്നേക്ക് 20 വർഷമായി. എടാ 20 വർഷമൊക്കെ ആയോ? അതെ അതെ, എത്ര വേഗമല്ലേ സമയം പോകുന്നത്. അയ്യേ നിന്റെ കണ്ണൊക്കെ എന്തിനാ നിറയുന്നേ? അതൊന്നുമില്ല. എങ്ങനെ കരയല്ലേ ചേട്ടാ? സത്യം പറഞ്ഞാ നമ്മള് ഫ്രണ്ട്സ് ഒന്നുമല്ല. എന്നാലും ഫ്രണ്ട്സ് അല്ലേ? ആ നമ്മള് ഫ്രണ്ട്സ് അല്ലല്ലോ, നമ്മുടെ ചേട്ടനും അനിയനും അല്ലേ? ഓ അങ്ങനെ. എന്നാലും നീ എന്നെ അവോയ്ഡ് ചെയ്തല്ലോ. അത് ഞാൻ നിന്നെ ഒന്ന് സങ്കടപ്പെടുത്താൻ വേണ്ടി ചെയ്തതല്ലേ. അപ്പൊ ഏറ്റല്ല എന്റെ പ്ലാൻ. പിന്നെ എന്റെ ഗിഫ്റ്റ് എവിടെ? എന്തിന്? അല്ല 20 വർഷമൊക്കെ അല്ലേ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയിട്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങിത്തരാം. നിന്റെ ഇന്നത്തെ കളി വെച്ചിട്ട് നല്ലതൊന്നും കിട്ടണ്ടായിരുന്നു എന്റെ അടുത്തുനിന്ന്. നല്ലൊരു ഗിഫ്റ്റ് ആയേനെ അത്. ഞാൻ വിചാരിച്ച് നീ എന്നെ ഇടിക്കുന്നു കേട്ടോ. അങ്ങനൊന്നും ചെയ്യൂല. എന്നാലും ഒരു അടിയൊക്കെ കിട്ടിയനെ. മേലാൽ ഇനി ഇങ്ങനത്തെ പരിപാടി കാണിക്കരുത് കേട്ടല്ലോ. ഓ ഇല്ല ചേട്ടാ, ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ. ഓ ആയിക്കോട്ടെ. ഇനി ഭൂമി ഇടിഞ്ഞ് താഴെ പോയാലും വേണ്ടില്ല മോനെ, നിന്നെ വിട്ട് ഞാൻ കളിക്കൂല. കാരണം നീ അത്രയ്ക്ക് സ്പെഷ്യലാ. എനിക്ക് നീ സ്പെഷ്യൽ ഒന്നല്ല. അതെന്ത് വർത്താനാ, നീ അതുക്കും മേലെയാണ് മോനെ.